ഇത് RSSന്റെ ഗണഗീതമാണോ അല്ലയോ? ആണെന്ന കാര്യത്തിൽ എന്തിനാ മാധു നിങ്ങൾക്കൊരു തർക്കം? ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ ചോദ്യം? ഒരാളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വരി മാധു ഇതിൽ ഏതാണ് ഉള്ളത്? എന്തിനാണ് ഇവരിങ്ങനെ നെഗളിക്കുന്നത്? ഏത് വരിയാണ് ഇവർക്ക് അസ്വസ്ഥം ഉണ്ടാക്കുന്നത്? ഒന്ന് തുറന്നു പറയുക. കാരണം ഏതോ ഒരു ബോഗിയിൽ ആരോ നാലാൾ കേട്ട് അസ്തമിച്ചു പോകാമായിരുന്ന ഒരു പാട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും വൈറലാവുകയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്തതിൽ ഞാൻ നിങ്ങളെ ശ്ലാഘിക്കുകയാണ്. ഈ പാട്ട് പാടിയപ്പോൾ എന്താ ഒരു കുഴപ്പം? ഇത് നിരോധിച്ച പാട്ടാണോ? ഇതിനകത്ത് ആരെയെങ്കിലും അസ്പൃശ്യത കൽപ്പിക്കുന്ന ഏതെങ്കിലും വരികളുണ്ടോ? എന്താണ് 2023 ചർച്ചയാവാത്ത പാട്ട് ഇപ്പം ചർച്ചയാവുന്നത്? ഇനി ഇത്തരം ഒരു പാട്ട് പാടുന്നവരുടെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? ശിവൻകുട്ടി പറയുന്നു കേട്ടു, ഞാൻ അദ്ദേഹം വന്ന് എന്തൊക്കെയോ ചെയ്തു. എന്ത് ചെയ്യാനാവും അതൊരു പാട്ട് പാടിയ ഇനി കുട്ടികളെ? ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ, ഇത് RSSന്റെ ഗണഗീതമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ദേശഭക്തി ഗാനം മാത്രമായത്? നിങ്ങൾക്കത് RSSന്റെ ഗാനമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും നാണക്കേടോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, RSSന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും വാക്കുകൾ പറയാൻ ഇവിടെ CPMന്റെ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ മാധവ്. വളരെ കൃത്യമായിട്ട് ഒരു അഭിമാനക്ഷതവുമില്ലാതെ ഞങ്ങൾ തുറന്നു പറയും. ഇതിലെന്താ തർക്കം? എൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഇതിൽ ഈ CPMകാരെയും കോൺഗ്രസ്സുകാരെയും താങ്കളെപ്പോലുള്ള ആളുകളെയും വിഷമിപ്പിക്കുന്ന വരി ഏതാണ്? ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു പൗരനെയോ രാഷ്ട്രീയ പാർട്ടിയെയോ മത സാമുദായിക സംഘടനകളെയോ ഭാഷാ സംസ്ഥാനങ്ങളെയോ ഒരാളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വരി മാധു ഇതിൽ ഏതാണ് ഉള്ളത്? എന്തിനാണ് ഇവരിങ്ങനെ നെഗളിക്കുന്നത്? ഏത് വരിയാണ് ഇവർക്ക് അസ്വസ്ഥം ഉണ്ടാക്കുന്നത്? ഒന്ന് തുറന്നു പറയുക. പകരം ഈ രാജ്യത്തെ ട്രെയിനിൽ കയറുന്ന ആളുകൾ പാട്ടുപാടാൻ CPMന്റെ ആഫീസിലും കോൺഗ്രസിൻ്റെ ആഫീസിലും ഒക്കെ മുൻകൂർ അനുമതി തേടിയിട്ട് വേണം പാട്ടുപാടാൻ? ഞങ്ങളെ സംബന്ധിച്ച് മാധു ഒരു കാര്യം തുറന്നു പറയും. ഈ രാജ്യത്തെ രാഷ്ട്രത്തെ ഒരുമിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ രാജ്യസ്നേഹം തുളുമ്പുന്ന വഴികൾ എവിടെ നിന്നായാലും അത് സ്വീകരിക്കും. എൻ്റെ CPMന്റെ പ്രതിനിധിക്ക് അറിയോ? ONVയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ സർ? 1962 നിങ്ങൾ NGO അസോസിയേഷന്റെ തുടക്കത്തിലെ ആണെങ്കിൽ പോലും എനിക്ക് അങ്ങയുടെ ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മൾ പഴയ ഈ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കവിത പോലെ ഓരോ വരിയും എടുത്തു വെച്ച് അതിന്റെ അർത്ഥം പറയുകയാണ് ചെയ്യുന്നത്. അത് കാവ്യഭാവന നിറഞ്ഞ വരികളാണോ? അത് ഭക്തി നിറഞ്ഞ വരികളാണോ? അത് ഈ പറയുന്ന രാജ്യസ്നേഹം നിറഞ്ഞ വരികളാണോ എന്നൊന്നുമല്ല ഞാൻ ചോദിച്ചത്. അങ്ങയെപ്പോലുള്ളവർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വാക്കുപോലും ഇതിൽ എൻ്റെ ഒരു കമൻറ്റ് ഇതുവരെ ചേർത്ത് പറഞ്ഞിട്ടില്ല എന്നത് ഞാൻ അങ്ങയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ശിവപ്രസാദ് ചോദിച്ച ചോദ്യം ഞാൻ അങ്ങയിലേക്ക് തരികയാണ് ചെയ്തത്. ഇത് RSSന്റെ ഗണഗീതമാണോ അല്ലയോ? ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞു ഞാനൊരു ശാഖയിലും പോയിട്ടില്ല, എനിക്കൊരു ഗണഗീതവും അറിയില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഗണഗീതമാണ് എന്നുള്ളതാണ്. അങ്ങ് ഔദ്യോഗികമായി പറയാൻ കഴിയുന്ന, ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ്. ഇത് RSSന്റെ ഗണഗീതമാണോ അല്ലയോ? ആണെന്ന കാര്യത്തിൽ എന്തിനാ മാധു നിങ്ങൾക്കൊരു തർക്കം? ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ ചോദ്യം? മറിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്ന CPM പ്രതിനിധിയെക്കുറിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുന്നു മാധു. ഇന്ന് 2 കുട്ടികൾ ഒരു അപൂർണമായ കെട്ടിടത്തിൻ്റെ ചുമരിടിഞ്ഞു വീണ ദിവസമാണ്. ഡോക്ടർമാർ ഒരു പാവം സ്ത്രീയെ ചികിത്സാ പിഴവ് കൊണ്ട് കൊന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം കേരളത്തിലെ ഏതോ ഒരു ചാനൽ തുടക്കം കുറിച്ച് നിങ്ങൾ ഈ വിഷയം എടുക്കുന്നതിന്റെ സാങ്കത്യത്തെക്കുറിച്ചാണ് എനിക്കുള്ള സംശയം. അല്ല, ആ വിഷയമൊക്കെ കൃത്യമായി BJPയുടെ മീഡിയ സെല്ലിനെ അറിയിച്ചതിന് ശേഷമാണ് അങ്ങേ വളരെ ബഹുമാന പുരസ്സരം ചർച്ചയ്ക്ക് വിളിച്ചത്. അങ്ങേക്ക് ഈ ദിവസം ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് കഴിയില്ല എന്ന് പറയാനുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഉണ്ടായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാനാണ് അങ്ങ് വന്നതും ഞാൻ ക്ഷണിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ അങ്ങേ ക്ഷണിച്ചതും അങ്ങ് വന്നതും. ഞാൻ പറയാത്തത് പറയരുത്. ശരി ശരി, ഞാൻ പറയാം. ഞാൻ അത് തന്നെയാണ് പറയുന്നത് മാധു. ഇനി എൻ്റെ CPMന്റെ പ്രതിനിധി കേൾക്കേണ്ടത് നോക്കൂ. ഈ കഴിഞ്ഞ ഒക്ടോബർ 29 നോക്കണേ നിങ്ങൾ, കൂത്താട്ടുകുളം മണ്ഡലം വിജയദശമിയിൽ വടകര സെൻറ്റ് യാക്കോബ സഭയിലെ പള്ളി വികാരി അദ്ദേഹം പറയുന്നു ഞാനൊരു CPM പ്രവർത്തകനാണ്, ഫാദർ പോൾ തോമസ്. ഇതേ പാട്ട് മാധു അദ്ദേഹം പാടി. CPM ആണ് ഞാനെന്ന് പറയുന്ന ഈ രാജ്യത്തെ ഭാരതാംബയുടെ മക്കൾ ഒരുമിച്ച് കഴിയണമെന്നും അനീതിക്കെതിരെ പോരാടാൻ നമ്മൾ ഒരുമിക്കണമെന്നുള്ള സന്ദേശം നൽകുന്ന പാട്ട് പാടണം എന്നവർ കൃത്യമായിട്ട് പറഞ്ഞു. 2023 വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ പാടിയപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്
ആ ബോഗിക്കകത്തിരുന്ന് ഇതേ പാട്ട് പാടി. ശരി, ഈ ചർച്ച ചെയ്യുന്നതിന് ഒരു വിഷമോ ഇല്ല. മാത്രമല്ല, ഇനി ഞാൻ അങ്ങോട്ട് കാര്യം ചോദിക്കട്ടെ. ഞാൻ ശിവപ്രസാദ് ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ആർഎസ്എസിന്റെ ഗണഗീതമാണെന്ന് അറിയാതെയല്ല ഞാൻ അങ്ങയോട് അത് ഗണഗീതമാണോ എന്ന് ചോദിച്ചത്. ഇപ്പോ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞ് അതിന്റെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങയോട് അത് ഗണഗീതമാണോ എന്ന് ആവർത്തിച്ച് ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ആർഎസ്എസിന്റെ പരിപാടിയോ ബിജെപിയുടെ പരിപാടിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയോ അല്ല. അത് ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്തമായ ഉത്തരവാദിത്വത്തോടു കൂടി നടക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടിയിൽ ആർഎസ്എസിന്റെ ഗണഗീതം പാടുന്നതിൽ അനൗചിത്യമുണ്ടോ ഇല്ലയോ? അല്ല, ഞാൻ അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞപ്പോൾ മാധു ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാനത് മാതൃഭൂമിയെ പോലെയുള്ള മാധ്യമങ്ങളെ ശ്ലാഘിക്കുകയാണ്. കാരണം ഏതോ ഒരു ബോഗിയിൽ ആരോ നാലാൾ കേട്ട് അസ്തമിച്ചു പോകാമായിരുന്ന ഒരു പാട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും വൈറലാവുകയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്തതിൽ ഞാൻ നിങ്ങളെ ശ്ലാഘിക്കുകയാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, വന്ദേ ഭാരതിലെ ഏത് ഔദ്യോഗിക പരിപാടിയിൽ ആര് ക്ഷണിച്ചിട്ടാണ് ഈ പാട്ട് പാടിയത് മാധു ഒന്ന് വ്യക്തമാക്കൂ. അതിന്റെ പ്രോഗ്രാം ലിസ്റ്റിൽ ഈ പാട്ടുണ്ടോ? ഗവൺമെന്റിന്റെ പുറത്തുവിട്ട കടലാസിലുണ്ടോ? എങ്ങനെയാണ് മാധു ഇത് ഔദ്യോഗിക പരിപാടിയിലെ പാട്ടാണെന്ന് ഈ ചാനലിൽ വന്ന് പറയുന്നത്? അല്ല, എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾക്ക് അതിന്റെ യാത്രാ സൗകര്യം അനുഭവവേദ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷണിച്ചതിന് പേരിലാണ് ആ കുഞ്ഞുങ്ങൾ അവിടെ വന്നത്. അവർ ഒത്തുകൂടി സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഒരുമിച്ചൊരു പാട്ട് പാടിയപ്പോൾ അത് ഗണഗീതമായി പോയി എന്നുള്ളതാണ് ഈ പറയുന്ന വിശദീകരണമായി ചിലയിടങ്ങളിൽ വന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരും ആ കുട്ടികളും അടക്കം എല്ലാവർക്കും അറിയാവുന്ന ആ പാട്ട്, അതിലൊന്നും യാതൊരു അസ്വാഭാവികതയുമില്ല. എല്ലാവർക്കും, ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന അധ്യാപകരടക്കം ഒരുമിച്ച് ചൊല്ലുന്ന ഒരു പാട്ട്. അത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ പാടുകയും ഇവിടെ റെയിൽവേ അത് പങ്കുവെക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാവുകയാണ്. ഔദ്യോഗിക പരിപാടിയിൽ പാടിയതാണ് എന്ന് മാധുവിന് അഭിപ്രായമില്ല. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ഔദ്യോഗിക പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ പാട്ട് അരങ്ങേറുകയും അത് റെയിൽവേ ഔദ്യോഗിക പേജിൽ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഔദ്യോഗിക പരിപാടി അല്ലെങ്കിൽ ഒളിച്ചുകടത്തലാണ് എന്ന് പറയേണ്ടി വരും. മാധുവിന് അങ്ങനെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ അനുവദിച്ചു തരും. പക്ഷെ എൻ്റെ വാക്കുകൾ കൂടി പറയാനും കേൾക്കാനും നിങ്ങളൊന്ന് സന്മനസ് കാണിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് 4 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഓൺലൈനായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തതോടുകൂടി ഉദ്ഘാടന പരിപാടി കഴിഞ്ഞു. അത്തരത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത വാഹനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികൾക്ക് യാത്ര ചെയ്യാനും അത് അനുഭവവേദ്യമാക്കാനുള്ള അവസരം നൽകാറുണ്ട്. അതിനകത്ത് മാധ്യമപ്രവർത്തകരുമുണ്ട്. ഈ മാധ്യമപ്രവർത്തകരിൽ ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകൻ ആ റൂട്ടുകളിൽ ചെന്ന് പലരോടും അഭിപ്രായം ചോദിച്ച കൂട്ടത്തിൽ ഈ കുട്ടികളെ കണ്ട് ഏതാണ്ട് 20ഓളം സ്കൂളുകൾക്ക് അവസരമുണ്ടായിരുന്നു. അവിടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ കുട്ടികളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അവർ വന്ദേ മാതരം പാട്ട് പാടി. അപ്പം ആ ജയകോൻ പറഞ്ഞു, ഒരു മലയാളം പാട്ട് പാടൂ. അപ്പൊ കുട്ടികളുടെ നാവിൽ വന്ന ഒരു പാട്ട് പാടി. ഇനി എൻ്റെ മാധു, ഈ പാട്ട് പാടിയപ്പോൾ എന്താ ഒരു കുഴപ്പം? ഇത് നിരോധിച്ച പാട്ടാണോ? ഇതിനകത്ത് ആരെയെങ്കിലും അസ്പൃശ്യത കൽപ്പിക്കുന്ന ഏതെങ്കിലും വരികളുണ്ടോ? എന്താണ് 2023 ചർച്ചയാവാത്ത പാട്ട് ഇപ്പൊ ചർച്ചയാകുന്നത്? ഇനി ഇത്തരമൊരു പാട്ട് പാടുന്നവരുടെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? ശിവൻകുട്ടി പറയുന്നു കേട്ടു, ഞാൻ അദ്ദേഹം അന്ന് എന്തൊക്കെയോ ചെയ്തുകൾ. എന്ത് ചെയ്യാനാ മാധു ഒരു പാട്ട് പാടിയ കുട്ടികളെ? എന്താ ഇവർ ചെയ്യാൻ പോകുന്നത്? ഈ രാജ്യത്ത് ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും ഒക്കെ സ്വാതന്ത്ര്യം പറയുന്ന നാട്ടിൽ ഒരു കുട്ടിക്ക് ഒരു പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അല്ല, ഒരു കുട്ടി ഒരു പാട്ട് സ്വാഭാവികമായി പാടുന്നു, അത് ആരോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, അത് ഇന്ത്യൻ റെയിൽവേ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെല്ലാവരും സ്വബുദ്ധി ഇല്ലാത്തവരും ഇതൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഞങ്ങൾ പാടിച്ചതാണ്? ഇപ്പം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് ഗണഗീതം ഇനിയും പാടും, 2026 കേരള നിയമസഭയിലും പാടും, ഞങ്ങൾ പാടിച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പശ്ചാത്തലത്തിൽ പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന അതാ ഗണഗീതമാണ്, അത് പാടിയിരിക്കുന്നു, അത് ഇനിയും പാടും, അത് നിയമസഭയിലും പാടും എന്ന് ചിലർ പറയുന്നു. അത് ഗണഗീതം അറിയാതെ പാടിപ്പോയതാണ്, അതപ്പോൾ ആരൊക്കെയോ എടുത്ത് പങ്കുവെച്ചതാണ്. ഇന്ത്യൻ റെയിൽവേ, ഞങ്ങളൊക്കെ റെയിൽവേ കൂട്ടുകാരൊക്കെ ട്രെയിനിൽ പോകുന്ന സമയത്ത് പാട്ട് പാടാറുണ്ട്, പക്ഷെ അതൊന്നും റെയിൽവേ പങ്കുവെച്ച് ഇതുവരെ കണ്ടിട്ടില്ല. കൃത്യമായി ഒരൊറ്റ ഫ്രെയിമാണ് ഇതുവരെല്ലാവരും പങ്കുവെക്കുന്നത്. ആ ഒരൊറ്റ ഫ്രെയിം കൃത്യമായി എടുത്ത് റെയിൽവേ അത് പോസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു, പിന്നീട് അത് റീപോസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അത് വിഴുങ്ങിക്കോണം. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം.
ശ്രീ കെ പി നൗഷാദ്, ഞാൻ ശ്രീ നൗഷാദിലേക്ക് വരാം. അതിനു മുൻപ് പറയട്ടെ, ഈ പാട്ട് പാടിയതിൽ അശേഷം മാനസിക പ്രയാസമോ ജാള്യതയോ ഞങ്ങൾക്കില്ല മാധു. ഈ പാട്ട് ഇതുപോലുള്ള പാട്ടുകൾ ഈ RSSന്റെ ഗണഗീതം പാടുന്നതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ടതിന് ആവശ്യകതയില്ല. നിങ്ങൾ അത് എല്ലാ ശാഖാ ദിവസങ്ങളിലും പാടുന്നതാണ്. പല പാട്ടുകളായിരിക്കാം, പക്ഷെ പാടുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഔദ്യോഗിക പരിപാടിയിൽ ആ തരത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഗണഗീതം പാടുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് ചർച്ചാ വിഷയമായിരിക്കും. അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ബോഗിയിൽ ആരെങ്കിലും ഒരാൾ ഇരുന്ന് പാട്ടുപാടി എന്ന് പറഞ്ഞ് അവഗണിച്ച് വിടാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട്, അതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ അങ്ങ് പറയുന്ന മാധ്യമ അജണ്ട എന്ന് 100 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഔദ്യോഗികമായ അതിനെതിരെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ ചർച്ച ഉണ്ടാകും. ശിവൻകുട്ടിയല്ല, കേരളത്തിൽ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, അതിന് ഞങ്ങൾക്ക് എന്താ പേടി? നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഇതൊക്കെ ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ അരങ്ങേറുന്നത്. അപ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ.